91 സങ്കീർത്തനം അതിൻ്റെ 3ഉം 4ഉം വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെ ദൈവം സൂക്ഷിക്കുന്ന വിധങ്ങളാണ് 91 സങ്കീർത്തനത്തിൽ വിവരിക്കുന്നത്. ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലും ദൈവമേ എന്നെ സഹായിക്കണമേ, എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ, എൻ്റെ കുഞ്ഞിനെ സഹായിക്കണമേ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ദൈവം സംരക്ഷിക്കുന്ന ദൈവീക സംരക്ഷണയുടെ ഒരു പരമ്പരയാണ് 91 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 3-ാം വാക്യം നിങ്ങൾ വായിച്ചേ. അടുത്തത് നോക്കുക. തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ ജനത്തെ ദൈവം മതില് കെട്ടിയാണ് ദൈവം സൂക്ഷിക്കുന്നത്. മതില് കെട്ടി ദൈവം തമ്പുരാൻ തന്നിൽ ആശ്രയിക്കുന്ന ജനത്തെ സൂക്ഷിക്കും. സ്തോത്രം. ആമേൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന മതിൽ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. മതിലെന്ന് പറഞ്ഞാൽ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം തമ്പുരാൻ തൻ്റെ മക്കളെ ശത്രുവിൻ്റെ മുമ്പിൽ നിന്ന് മറച്ച് സംരക്ഷിക്കുന്ന വിവിധമായ വചനങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ എന്ത് ചെയ്യും? നിന്നെ മറയ്ക്കും. തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. സ്തോത്രം. ശൈത്യകാലത്ത് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ശക്തമായ മഞ്ഞ് പെയ്യും. ആ മഞ്ഞ് പെയ്യുന്ന സമയത്ത് ഒരു വൃക്ഷത്തിനും അവിടെ ഇലകൾ കാണുന്നില്ല. സ്തോത്രം. പക്ഷെ ആ സമയത്തും പക്ഷികൾ അവിടെയുണ്ട്. പക്ഷികൾ അവിടെ കൂടുകൂട്ടാറുണ്ട്. ആ കൂട്ടിൽ മുട്ടയിടാറുണ്ട്, കുഞ്ഞുങ്ങളെ വിരിയിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതായ ഒരു ചിത്രം, മഞ്ഞ് പെയ്യുന്ന ഒരു നല്ല മൂർധന്യമായി മഞ്ഞ് പെയ്യുന്ന ഒരു സമയത്ത് ഒരു പക്ഷി കൂടുണ്ടാക്കി, മുട്ടയുണ്ട്, അതിൻ്റെ അടിയിൽ ഒരു കുഞ്ഞുമുണ്ട്. അതിൻ്റെ മുകളിൽ അത് ചിറക് വിടർത്തി ഒതുക്കി ഇരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. സ്തോത്രം. രാത്രി മുഴുവൻ ശക്തമായ മഞ്ഞ് ഇതിൻ്റെ തൂവലുകളുടെ മുകളിൽ വീഴുകയാണ്. വീണാൽ അത് വെള്ളം പോലെ ഒഴുകിപ്പോകത്തില്ല, അതവിടെ കട്ട പിടിച്ചിങ്ങനെ ഉറച്ചിരിക്കും. സ്തോത്രം. തല മാത്രം ആ പക്ഷിയൊന്ന് അനക്കി അതിൻ്റെ തലയിലും കണ്ണിലും വീഴുന്ന ആ മഞ്ഞ് അത് കുടഞ്ഞു കളഞ്ഞിട്ട് ബാക്കി ഭാഗം അനക്കാതെ അത് വളരെ ഭദ്രമായിട്ടിരിക്കുകയാണ്. നേരം വെളുത്ത സമയത്ത് അത് ഒരു ഫോട്ടോഗ്രാഫർ അത് എടുത്തതാണ്. ഒരു പക്ഷിയുടെ കുഞ്ഞിനെയോടുള്ള സംരക്ഷണം കാണിക്കുക പഠനത്തിന് വേണ്ടി എടുത്തൊരു ചിത്രമാണ്. സ്തോത്രം. പ്രഭാതമായപ്പോഴേക്കും ഈ പക്ഷി ആ കൂട്ടിൽ നിന്ന് എഴുന്നേറ്റു. സ്തോത്രം. എഴുന്നേറ്റപ്പോൾ ആ പക്ഷിയുടെ അടിയിലിരുന്ന കുഞ്ഞും മുട്ടയും, അതിൽ ഒരു മുട്ടയും കൂടെ വിരിഞ്ഞ കുഞ്ഞും ഒരു തുള്ളി തണുപ്പിൻ്റെയോ മഞ്ഞിൻ്റെയോ പ്രയാസമില്ലാതെ ആ ചിറകിൻ്റെ അടിയിൽ എങ്ങനെയിരുന്നു? സുരക്ഷിതമായിരുന്നു. സ്തോത്രം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആ പക്ഷി എന്ത് ചെയ്തെന്നറിയാവോ? തൻ്റെ ചിറക് കുടഞ്ഞ് വിടർത്തി ഒന്ന് ചിറകിട്ട് അടിച്ചതിന് ശേഷം വീണ്ടും അത് ആ കുഞ്ഞിൻ്റെ മേൽ ഭദ്രമായിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അതിൻ്റെ ഇണക്കിളി വന്ന് ആഹാരം കൊണ്ടുവന്ന്
ഇതിന് കൊടുക്കുന്നു. തുടർന്ന് ആ ഇണക്കിളി അവിടെ ഇരിക്കുന്നു, ഇത് അവിടുന്ന് പറന്നു പോകുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു രാത്രി മുഴുവൻ പെയ്തിറങ്ങിയ ആ മഞ്ഞിൻ്റെ ഒരംശം പോലും ഈ ചിറകിൻ്റെ കീഴെ ഇരുന്ന കുഞ്ഞിനെ ബാധിച്ചില്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കളെ കുറിച്ച് പറയുകയാണ്, അമ്മേ, നാശകരമായ മഹാമാരി നിനക്കും നിന്റെ കുടുംബത്തിന് നേരെ പെയ്തിറങ്ങുമ്പോഴും, പ്രൈസ് ദി ലോർഡ്, വേട്ടക്കാരൻ ശക്തിയോടുകൂടെ തീയമ്പുകൾ നിനക്ക് നേരെ എഴുതി വിടുമ്പോഴും, ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവം തമ്പുരാൻ തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കുന്നുണ്ട്, അവൻ നിന്നെ പരിപാലിക്കുന്നുണ്ട്. ഈ പെയ്തിറങ്ങുന്നതൊന്നും നിന്നെ യേശാനിടയാകാതെ വണ്ണ തൂവല് കൊണ്ട് മതിൽ കെട്ടി പരിപാലിക്കുന്ന ദൈവസ്നേഹം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഈ വചനത്തിന് മുമ്പിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തുതിക്കുവാണ്. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പക്ഷിയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് തള്ളപ്പക്ഷിയുടെ തൂവൽ ഉരുക്കുകോട്ടയാണ്, ഉരുക്കുകോട്ടയാണ്. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. പക്ഷിയുടെ തൂവലിനെ മറന്ന് ഒരു കുഞ്ഞും ഉയർന്നു വന്നിട്ടില്ല. ഹല്ലേലൂയ. പക്ഷിയുടെ തൂവലിന്റെ സംരക്ഷണമില്ലാതെ ഒരു കുഞ്ഞും ഭൂമിയിൽ ജീവനോടെ ഇല്ല പക്ഷികളുടെ കൂട്ടത്തിൽ. അങ്ങനെയെങ്കിൽ ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവത്തിന്റെ സംരക്ഷണയെ കുറിച്ച് ഇവിടെ പറയുന്നത്, അവൻ തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഓരോ പക്ഷിക്കും അതിൻ്റെതായ തൂവലുകളുടെ ബലവും ശക്തിയും വ്യത്യസ്തമാണ്. ഇന്ന് പകൽക്കാല സകല ദേവന്മാരെ കാട്ടിലോ, സകല അന്ധകാര ശക്തികളെ കാട്ടിലോ, ഈ ലോകത്തിന്റെ ദൈവത്തെ കാട്ടിലോ നീ സേവിക്കുന്ന നിന്റെ ദൈവത്തിന്റെ സംരക്ഷണ നിനക്ക് ഏറ്റവും വലുതാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. തൂവലുകൾ അവൻ മതിലാക്കി വെക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ രാത്രിയും നമ്മൾ കിടന്നുറങ്ങിയപ്പോൾ മഹാമാരി പെയ്തത്, അവിടെ പറഞ്ഞിരിക്കുന്ന മഹാമാരിയുടെ പേരാണ് നാശകരമായ മഹാമാരി. നീ രാവിലെ എഴുന്നേൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഈ മഹാമാരിയോടുകൂടെ നീ ഒടുങ്ങിപ്പോകണം, നീ തീർന്നു പോകണം. അങ്ങനെയാണ് മഹാമാരി പെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ മഹാമാരി പെയ്തിറങ്ങിയപ്പോഴും തൻ്റെ തൂവലുകൾ എനിക്കും നിങ്ങൾക്കും അമേ മറയായിരുന്നു, സങ്കേതമായിരുന്നു, ബലമായിരുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. രണ്ടാമത് ദൈവം തമ്പുരാൻ നമ്മെ മറയ്ക്കുന്നത് 11-ാമത്തെ വാക്യം. രണ്ടാമത്തെ മതിലാണ് ദൈവത്തിന്റെ ദൂതന്മാരെ അവൻ മതിലായിട്ട് നിർത്തും. നിനക്ക് കാവൽ, സംരക്ഷണം തരാൻ നിന്റെ എല്ലാ വഴികളിലും ദൈവം തമ്പുരാൻ നിന്നെ കാക്കേണ്ടതിന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ ആ ദൂതനെ കണ്ടിട്ടില്ല. എന്നെ കാക്കേണ്ടതിന് എൻ്റെ കൂടെ നടക്കുന്ന ദൂതനെ കണ്ടിട്ടില്ല. അത് ആത്മജീവിയാകയാൽ നമ്മുടെ ഈ ജഡ നേത്രങ്ങൾ കൊണ്ട് നമുക്കത് കാണാൻ പറ്റത്തില്ല. അത്രയേ ഉള്ളൂ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇടയ്ക്കൊക്കെ ഒന്ന് തട്ടണം, ഒന്ന് പിടിക്കണം ദൂതനെ. എൻ്റെ കൂടെ നടക്കുന്ന ദൂതനെ ആത്മാവിലൊക്കെ നമ്മളൊന്ന് സ്പർശിക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും. അതൊക്കെ ദൈവമൊക്കെ കാണണം. പല അപകടങ്ങളും അനർത്ഥങ്ങളും ഒഴിഞ്ഞു പോയത്
എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ശ്രേഷ്ഠത കൊണ്ടോ അല്ല. ദൈവം തമ്പുരാൻ നിന്നെ കാക്കേണ്ടതിന്, നീ വഴികളിൽ തീർന്നു പോകാതിരിക്കേണ്ടതിന് തൻ്റെ ദൂതനെ അവൻ മറയാക്കി തന്നിട്ടുണ്ട്. അല്ല, ലോകപ്രകാരമുള്ള ഒരു സംരക്ഷണവും നിനക്കില്ല എന്ന് വന്നേക്കാം. ആരും നിന്നോട് കൂടില്ലെന്ന് വന്നേക്കാം. നീ ഏകനായോ ഏകയായോ ഒറ്റയ്ക്കിരിക്കുന്ന വ്യക്തിയോ ആയേക്കാം. വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിലിനെ പോലെയും മരുഭൂമിയിലെ മൂങ്ങ പോലെയും നീ ആയിരിക്കാം. പക്ഷേ ദൈവം തമ്പുരാൻ തന്റെ ദൂതനെ അയച്ച് നിന്നെ വിടുവിക്കുന്നവനാ. സ്തോത്രം, ഹല്ലേലൂയ. ഈ സംരക്ഷണം നമുക്കുള്ളത് കൊണ്ട്, സ്തോത്രം, ഈ തൂവലിന്റെ സംരക്ഷണം, ദൂതന്റെ സംരക്ഷണം നമുക്കുള്ളത് കൊണ്ട് 10ാമത്തെ വാക്യം വായിച്ചേ. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഈ വചനം വായിച്ച പോരാ, അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ചങ്കൂറ്റത്തോടെ ദൈവമൊക്കെ പറയണം, ഈ സംരക്ഷണം, ഈ മതിൽ എനിക്കുള്ളത് കൊണ്ട് ഒരനർത്ഥവും എനിക്ക് ഭവിക്കത്തില്ല. നിന്റെ അനർത്ഥം കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പേ വിളിച്ചു പറ, ഒരനർത്ഥവും എനിക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും എൻ്റെ കൂടാരത്തിന് അടുത്തു വരത്തില്ല. ദൈവദൂതന്മാരുടെ സംരക്ഷണം, ദൈവത്തിന്റെ തൂവലുകൾ നിന്നെ മറയ്ക്കുന്നത് കൊണ്ട് ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഓ റിബലബര ശബ്ദരാധന ചുടബലഘടക ശബ്ദരാധലാരഘടകസിയ ചുടാരഘടക ശക്തിരാധലാരക. അനർത്ഥമയക്കുന്ന പിശാചിനെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചു പറയുകയാ. ആമേൻ. ഒരനർത്ഥമോ ദൈവമക്കൾക്ക് ഭവിക്കത്തില്ല. ഹല്ലേലൂയ. ദൂതന്റെ സംരക്ഷണം വിശ്വസിച്ചോണം. ഇതൊക്കെ വിശ്വാസത്താൽ ഗ്രഹിക്കേണ്ട കാര്യങ്ങളാ. 5 പൈസ കൊടുക്കുന്നില്ല ദൂതന്. ഞാൻ തന്നെ ചായ ഇട്ട് കുടിക്കുമ്പോൾ 1 ഗ്ലാസ് ചായ പോലും ദൂതന് കൊടുക്കാറില്ല. ഒരു ചെലവുമില്ലാതെ. ഹല്ലേലൂയ. നിന്നെ പരിപാലിക്കേണ്ടതിന് സ്വർഗം നിനക്ക് വേണ്ടി തന്ന ദൈവത്തിന്റെ സംരക്ഷണമാണ് തന്റെ ദൂതന്മാര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുതെയാണോ കർത്താവ് പറയുന്നത് ഭയപ്പെടേണ്ടെന്ന്? ആ വാക്കിലൊക്കെ എത്ര സംരക്ഷണം ഉണ്ടെന്നറിയാവോ? സ്തോത്രം. നിങ്ങളൊരു ആവശ്യത്തിന് മുമ്പിൽ തകർന്നിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറയുക, ഈ വിഷയത്തിൽ നീ ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട എന്ന് പറഞ്ഞാൽ ആ വിഷയം ഞാൻ ഏറ്റെന്നതിൻ്റെ അർത്ഥം. സ്തോത്രം. ദൈവമക്കൾ ഈ ഭൂമിയിൽ എത്ര ആനന്ദത്തോടെ ജീവിക്കണം എന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്. ഇന്നും ഒറ്റയ്ക്ക് രാത്രി സെമിത്തേരിക്ക് പോകാൻ പേടിയുള്ളവരില്ലേ? ഒറ്റയ്ക്ക് സെമിത്തേരി പോകാൻ പേടിയുള്ളവരില്ലേ? ഒറ്റയ്ക്ക് നടന്നു പോകാൻ പേടിയുള്ളവരില്ലേ? രാത്രി നല്ല വഴിയിൽ കൂടെ, വെളിച്ചമുള്ള വഴിയിൽ കൂടെ. സ്തോത്രം. സന്ധ്യയാകുമ്പോഴേക്ക് ഒരു പേടി വരാറുണ്ടോ? ഹല്ലേലൂയ. നാളെയെക്കുറിച്ച് ഓർക്കുമ്പം ഭയം വരാറുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ആകുലത വേണ്ട. കർത്താവ് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് വേണ്ടതെല്ലാം കർത്താവ് ഒരുക്കിയിട്ടാ പറഞ്ഞ് ഭയപ്പെടേണ്ടെന്ന്. നിനക്ക് ഭയപ്പെടാൻ പലതും ഉണ്ട്. ദൂതനെ തന്നത് വെറുതെയല്ല. നമ്മുടെ ഓരോ മന്ത്രിമാർ ഇതിലെ വരുമ്പോൾ സെക്യൂരിറ്റി പോകുന്ന കണ്ടിട്ടുണ്ടോ? പ്രധാനമന്ത്രിയൊക്കെ പോകുമ്പോൾ ഒരാളൊരു ഒരു ഷൂക്കേസ് പിടിച്ചിട്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ? എന്നാ ഏത് ഉടുപ്പാണോ? ആ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടണ്ട. ഒരു നല്ല വണ്ടി നീ വില കൊടുത്ത് വാങ്ങുമ്പം ആ വണ്ടി ഒരു ഉറപ്പുണ്ട്. എത്ര ശക്തമായ ആഘാതം നിന്റെ നേരെ വന്ന് നിന്റെ വണ്ടി ഇടിച്ച് തകർന്നാലും നിന്നെ സംരക്ഷിക്കാൻ അതിനകത്ത് തന്നെ ഉണ്ട് എയർ ബാഗ്. 4 ഭാഗത്തും 6 ഭാഗത്തും ചുറ്റിനുമുള്ള എയർ ബാഗുള്ള വാഹനങ്ങളുണ്ട്. ഈ ഭൂമിയിലെ ഒരു കമ്പനി അങ്ങനെ ഒരു സംരക്ഷണം തരുന്നുണ്ടെങ്കിൽ
തൻ്റെ മക്കൾക്ക് ദൈവം തരുന്ന ഗ്യാരണ്ടിയോടുകൂടി ഉറപ്പാ, നിനക്ക് നേരെ എന്തെല്ലാം അനർത്ഥം വന്നാലും, ഭയപ്പെടാനുള്ള ഏതെല്ലാം കാര്യം നിന്റെ ചങ്കിന് നേരെ വന്നാലും ഭയപ്പെടണ്ട, ഞാൻ എൻ്റെ ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. യെസ്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. 34 സങ്കീർത്തനം 7 വാക്യം ഒന്ന് വായിക്കാം. 34 സങ്കീർത്തനം 7 വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഇന്നത്തെ സംവിധാനം സജ്ജീകരണമൊക്കെ അനുസരിച്ച് ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോഴാണ് സൈന്യം ഇറങ്ങുന്നത്. വയനാട്ടിലേക്കൊക്കെ സൈന്യങ്ങളൊക്കെ ഇറങ്ങിയത് അപകടം ഉണ്ടായതിനു ശേഷമാണ്. എന്നാൽ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും 24 മണിക്കൂറും ദൈവദൂതന്മാരുടെ സൈന്യം പാളയമിറങ്ങുന്നു. ഹല്ലേലൂയ. ആമേൻ. സൈന്യം വന്ന് പാളയമിറങ്ങിയാൽ അവിടെ നിനക്ക് വേണ്ടതെല്ലാം അതിനകത്തുണ്ടെന്നാ, ആ പാക്കേജിനകത്ത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ എന്തിനാ ഭാരപ്പെടുന്നത്? അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകാൻ വയ്യാതെ വന്നപ്പം സൈന്യം വന്ന് ഒരു പാലം പണിതില്ലേ? ആ പാലത്തിൻ്റെ പേരെന്നാ? ബെയിലിപ്പാലം പണിതില്ലേ? എന്നതാ വേണ്ടത്? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിനക്ക് വേണ്ട ആ പ്രദേശത്ത് വേണ്ടതെല്ലാം ഒരു സൈന്യം പാളയമിറങ്ങിയാൽ അതിനകത്തുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, സ്വർഗസ്ഥനായ ദൈവം പറയുകയാണ്, തൻ്റെ ദൂതന്മാർ നിനക്ക് ചുറ്റും പാളയമിറങ്ങുന്നത് ആത്മാവിൽ നിന്ന് പോലെക്കാലം കാണണം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ആരുമില്ലെങ്കിലും ഒരു ഫോൺ കോൾ പോലും വിളിച്ച് നിന്റെ സങ്കടം പറയാൻ നിനക്കാരുമില്ല, നിന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നുള്ള നിരാശ ഇന്ന് വലക്കാലം മാറ്റിയിട്ട് ഇന്ന് വലക്കാലം വിശ്വസിക്ക്, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സൈന്യം എനിക്ക് ചുറ്റും പാളയമിറങ്ങി എന്നെ വിടുവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിയമ ഭക്തന്മാർക്ക് ദൂതന്മാരുടെ സംരക്ഷണം കൊടുത്തു. പുതിയ നിയമ ഭക്തന്മാർക്കും ആ ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. ആമേൻ. ഒന്ന് വായിച്ച എബ്രായ ലേഖനം. സ്തോത്രം. 1-ാം അധ്യായം 13-14 വാക്യം കൂടി ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. എബ്രായർ 1-ന്റെ ഉണ്ടോ? അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ടിരിക്കുന്ന സേവകാത്മാക്കളല്ലയോ? സ്തോത്രം. ഹല്ലേലൂയ. രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ, രക്ഷിക്കപ്പെട്ടവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ. എന്നെ സേവിക്കാൻ ഏറ്റവും കുറഞ്ഞ 2 ദൂതന്മാരുണ്ട്. ഏറ്റവും കുറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സേവ ചെയ്യാൻ, ഞാൻ പോകുന്ന ഇടത്ത് എൻ്റെ കൂടെ വരാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കാരണം ഞാൻ എൻ്റെ ദൈവത്തിന് ഏറ്റവും വിലയേറിയവനും മാന്യനും തൻ്റെ രക്തത്തിൻ്റെ വിലയായി കർത്താവിൻ്റെ കാന്തയാണ് ഞാൻ. കർത്താവിൻ്റെ കാന്ത. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടി എൻ്റെ കാന്തൻ മനോഹരമായ ഒരു ഭവനം പണിയുകയാണ്. എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ആ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകാൻ എൻ്റെ ദൈവം ഒരുങ്ങുമ്പോൾ, ഈ ദുഷ്കരമായ ഈ ഭൂമിയിൽ കൂടെ ഞാൻ ജീവിക്കുമ്പോൾ, എന്നെ ആക്രമിക്കാനോ ഞാൻ തകർന്നു പോകാനോ ഏതെല്ലാം സാഹചര്യങ്ങളുണ്ടോ അവിടെയെല്ലാം എന്നെ സേവ ചെയ്യാൻ, എന്നെ ശുശ്രൂഷിക്കാൻ അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ. ഹല്ലേലൂയ.
നീ വാഹനത്തിൽ എത്ര സ്പീഡിൽ പോയാലും ആ സ്പീഡിൽ ദൂതന്മാർ നിന്റെ കൂടെയുണ്ട്. നീ നടന്നു പോയാൽ നിന്റെ കൂടെ ആ ദൂതന്മാരുണ്ട്. നീ ഉറങ്ങുമ്പോൾ ദൈവദൂതന്മാർ നിന്റെ കൂടെയുണ്ട്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, നിങ്ങൾ പഠിക്കുമ്പോൾ ആ ദൈവദൂതന്മാർ നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൂതന്മാരെ ദൈവം മറയാക്കി തന്നിട്ടുണ്ട്. സംരക്ഷണം നോക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ വിലയൊന്നും നമ്മൾ കുറച്ച് കാണല്ലോ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്നും കണ്ണുനീരും ദുഃഖവും പരാതിയും പരിഭവമായിട്ടിരിക്കരുത്. ഇതൊക്കെ ഒന്ന് കാണണം, കണ്ണ് തുറന്നൊന്ന് കാണണം. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും അറിയിക്കത്തില്ല. നമുക്ക് തന്ന ആനുകൂല്യങ്ങളൊന്നും പിശാച് നമ്മളെ അറിയിക്കത്തില്ല. നമുക്ക് തന്ന ആനുകൂല്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. എലീശ തൻ്റെ ഭൃത്യൻ കാണത്തക്കവണ്ണം അവൻ്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. അരാം സൈന്യം പട്ടണം വളഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇതാണ് ശിഷ്യൻ കണ്ടത്. എല്ലാം തീർന്നു യജമാനൻ, എല്ലാം തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മളെല്ലാം തീരും. പക്ഷേ എലീശയ്ക്കറിയാം ഇതുകൊണ്ടൊന്നും തീരുന്ന കാര്യമില്ല. ദൈവത്തിൻ്റെ സംരക്ഷണം അതിനേക്കാൾ വലുതായിട്ട് എനിക്കുണ്ടെന്ന്. സ്തോത്രം. അത് ഞാൻ മാത്രം കണ്ടാൽ പോരാ, ഈ ശിഷ്യനെ ഒന്ന് കാണണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ആത്മീക കാഴ്ചപ്പാട് ഒരു വീട്ടിൽ ചിലപ്പോൾ 1-2 പേർക്കൊക്കെ കാണുള്ളൂ. എല്ലാവർക്കും നല്ലതുപോലെയുള്ള ആത്മീകമായി വെളിച്ചം ഇല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. പറഞ്ഞാലൊന്നും വിശ്വസിക്കത്തില്ല. നമ്മൾ എത്ര പറഞ്ഞാലും വിശ്വാസം വരത്തില്ല. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ കാണുന്നത് പോലെ കാണാൻ ഇവൻ്റെ കണ്ണും കൂടി എന്ത് ചെയ്യണമേ, ഒന്ന് തുറക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥന കഴിഞ്ഞ പാടെ ശിഷ്യൻ്റെ കണ്ണ് തുറന്നു. കണ്ണു തുറന്നപ്പോൾ അവൻ കാണുകയാണ്, പ്രൈസ് ദി ലോർഡ്, അഗ്നിമയമായ രഥത്തിൽ സ്വർഗീയ ദൂത സഞ്ചയങ്ങൾ അവർക്ക് ചുറ്റും മല നിറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൈവത്തിൻ്റെ സംരക്ഷണം നിന്റെ വീടിന് ചുറ്റും, നീ ഭാരപ്പെടുന്ന വിഷയത്തിന് ചുറ്റും, ആമേ, നീ ഭാരപ്പെടുന്ന ആശുപത്രിക്കകത്ത്, ഹല്ലേലൂയ, രോഗത്തിൻ്റെ നടുവിൽ, നിന്റെ തലമുറയിൽ, നിന്റെ മാതാപിതാക്കന്മാരിൽ, നിന്റെ ആലോചനയുടെ നടുവിൽ നീ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവദൂതന്മാർ സൈന്യം ഇറങ്ങിയിരിക്കുന്ന ആ ദൈവിക സംരക്ഷണം കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഇത് വിശ്വാസം വന്നോ? വചനം പറയുന്നത് 1 മണിയാക്കാൻ വേണ്ടിയല്ല. ഈ വചനം പറയുന്നത് നിനക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയാ. വിശ്വാസം എങ്ങനെയാ വരുന്നത് പാസ്റ്ററേ? വിശ്വാസം എങ്ങനെയാ വരുന്നേ? കേൾവിയാല. ഇത് കേട്ടോണ്ട് പോകരുത്, ഇത് വിശ്വസിക്കണം. ഇത് വിശ്വസിക്കുമ്പോഴാണ് എനിക്ക് വേണ്ടിയുള്ള സംരക്ഷണം നീ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്നെ ഭയപ്പെടുന്ന പിശാച് ഇന്ന് പലകാലം പരാജയപ്പെടുക. വചന സത്യവും അതിന്റെ മർമ്മവും ദൈവമക്കൾ ഗ്രഹിക്കുന്നത് കേട്ടിട്ട് സ്തോത്രം. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സംരക്ഷണമാണ് ഇയ്യോബിന് ദൈവം കൊടുത്തത്. ഈ സംരക്ഷണമാണ് ഇയ്യോബിന് കൊടുത്തത്. ദൈവത്തിൻ്റെ ഭക്തനായ ഇയ്യോബിന്, ദോഷം വിട്ട് നടക്കുന്നവന്, പാപികളോട് ഇടകലരാതെ വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തനായ ഇയ്യോബിന് ദൈവം കൊടുത്തത് ഈ സംരക്ഷണമാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചേ ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം.
ആ സ്തോത്രം. ആരാ പറഞ്ഞത്? സാത്താൻ പറഞ്ഞതാ. എത്ര പ്രാവശ്യം ഞാൻ അവിടെ അവനെ നോക്കിയെന്നറിയോ? പക്ഷെ നീ അവന് വേലി കെട്ടിയിരിക്കുന്നു, മതിൽ കെട്ടിയിരിക്കുന്നു. ഇത് നാട്ടുകാർക്ക് അറിയത്തില്ല കേട്ടോ, പിശാചിനെ അറിയത്തുള്ളൂ. ആത്മാവിൻ്റെ വേലിയാ. തൻ്റെ തൂവലുകൾ ദൈവദൂതന്മാരുടെ വേലി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇയ്യോബിനെ കെട്ടിയെന്ന്. സ്തോത്രം. അതുകൊണ്ട് ഈ ഭൂമി മുഴുവൻ ഞാൻ സഞ്ചരിച്ചു, അവൻ്റെ വസ്തുവിൽ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. സകല തലമുറകളെയും ഞാൻ തകർത്ത് കളഞ്ഞു, പക്ഷേ അവൻ്റെ കുഞ്ഞുങ്ങളെ തൊടാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരു മൂക്കിപ്പനി പോലും ഇയ്യോബിന് വരുത്താൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. മഴ നനഞ്ഞു വന്നിട്ടുണ്ടാകാം, പ്രകൃതിയാൽ വരുന്നതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ദൃഷ്ടിയിൽ, എൻ്റെ ഹിതപ്രകാരം ഇയ്യോബിൻ്റെ കാലിൽ ഒരു മുള്ളു തറപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. സ്തോത്രം. അതിൻ്റെ കാരണം പിശാച് പറയുകയാണ്, നീ ഇയ്യോബിന് എന്ത് കെട്ടിയിട്ടുണ്ട്? വേലി കെട്ടിയിട്ടുണ്ട് കേട്ടോ, വേലി. സ്തോത്രം. ഈ വേലി ഇയ്യോബിന് മാത്രമല്ല, പിന്നെ അവനുള്ള സകലത്തിനും, അവൻ്റെ ഭാര്യയ്ക്കുമുണ്ട് വേലി. ഉറപ്പിച്ചോണം കേട്ടോ. ഈ വേലി എനിക്കല്ല, എൻ്റെ ഭാര്യയ്ക്കുണ്ട്, എൻ്റെ മക്കൾക്കുണ്ട്, എൻ്റെ അപ്പനുണ്ട്, അമ്മയ്ക്കുണ്ട്, സഹോദരങ്ങൾക്കുണ്ട്, എൻ്റെ വീടിനുണ്ട്, വസ്തുവിനുണ്ട്, മൃഗസമ്പത്തിനുണ്ട്, കൃഷിക്കുണ്ട് ഈ സംരക്ഷണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തിനാ ഇതിനെല്ലാം വേലി കെട്ടുന്നത്? നിന്നെ കിട്ടുന്നില്ലെങ്കിൽ നിന്റെ ഭാര്യയെ പിടിക്കാൻ നോക്കും. നിങ്ങൾ രണ്ടുപേരെയും കിട്ടുന്നില്ലെങ്കിൽ നിന്റെ മക്കളെ പിടിക്കാൻ നോക്കും. അവിടെ എവിടെയും പറ്റുന്നില്ലെങ്കിൽ നിന്റെ സമ്പത്തിനെ പിടിക്കാൻ നോക്കും. ഇതിനാ വേലി. നിനക്ക് എന്തെല്ലാം ഉണ്ടോ അതിന് ചുറ്റും വേലി കെട്ടണം. പടിഞ്ഞാറ് ഭാഗം മാത്രം വേലി കെട്ടി നിൽക്കരുത്. സ്തോത്രം. പടിഞ്ഞാറും കിഴക്കും മാത്രം വേലി കെട്ടി നിൽക്കരുത്. വടക്കും തെക്കും നീ വേലി കെട്ടണം. നിനക്ക് ചുറ്റും എത്രമാത്രം നന്മ തന്നിട്ടുണ്ടോ അതിനൊക്കെ വേലി കെട്ടിക്കോണം, വേലി കെട്ടണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വൈകിട്ട് ദൈവത്തോട് പറയണം, സ്തോത്രം കർത്താവേ, എനിക്കുള്ള സകലത്തിനും ചുറ്റും നീ എന്ത് ചെയ്യണം? വേലി തരണം, സംരക്ഷണം തരണം. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. സ്തോത്രം. അപ്പനും അമ്മയും ആമേൻ ദൈവത്തെ ആരാധിക്കുമ്പം മക്കൾ കാണത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മക്കൾ കാണത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പനും അമ്മയും മക്കളും ദൈവത്തെ ആരാധിക്കുമ്പം ഒരു നന്മയും ആ കുടുംബത്തിനുണ്ടാകത്തില്ല. ആരാധനയും ഉപവാസവും ഒക്കെ നല്ല ജോറായിട്ടുണ്ട്, 100 ആത്മീകമായൊക്കെ നല്ല നിലയില്ല, പക്ഷേ ഭൗതികമായി ഒന്നുമില്ല. തെങ്ങയിലോട്ട് നോക്കിയാൽ മണ്ഡലി മാത്രം. മൂക്കുന്നതിന് മുമ്പ് എല്ലാം കൊഴിഞ്ഞു പോകുക. ജോലിയിലായാലും അതെ, എല്ലാ നിലയിലും. പക്ഷെ പാട്ടും പ്രാർത്ഥനയും ആരാധനയൊന്നും ഒരു കുഴപ്പമില്ല. കർത്താവ് എന്നിട്ട് ചോദ്യം, ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊക്കെ ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കർത്താവ് എന്താ ദൈവമേ എനിക്കൊരു നല്ല വീടില്ലാത്തത്? എൻ്റെ കൃഷി എന്താ ഇങ്ങനെയാകുന്നത്? എൻ്റെ ഉപജീവന മാർഗം എന്താ? ഞാനിങ്ങനെ പാപ്പരത്തിലേക്ക് പോകാൻ കാരണം എന്നാ? സത്യം മനസ്സിലായിക്കോണം, ഉറപ്പുവരുത്തണം. വേലി നിനക്കുള്ള എല്ലാറ്റിമേലും ഉണ്ടാകണം. നീ ആത്മീകത്തിൽ നല്ല നിറവോടെ നിൽക്കുമ്പം നിന്നെ തൊടാൻ കർത്താവിന് പറ്റത്തില്ല. പക്ഷേ നിന്നെ തൊടാൻ കഴിയാത്ത പിശാച് നിന്റെ സമ്പത്തിനെ തൊടും. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇയ്യോബ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് ഇയ്യോബ് ശക്തമായിട്ട് അവൻ ശ്രമിച്ച ഒരു കാര്യമാണ്. എനിക്കുള്ള സകലത്തിനും ചുറ്റും ദൈവം എന്ത് ചെയ്യണം? വേലി കെട്ടിത്തരണം, വേലി കെട്ടിത്തരണം. അതാണ് ദൈവത്തിലുള്ള ആശ്രയം.
ഹല്ലേലൂയ. നീ എഴുന്നേറ്റ് നടക്കുന്നത് പോലെ നിന്റെ ഭർത്താവ് എഴുന്നേറ്റ് നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ആരാധിക്കുന്നത് പോലെ നിന്റെ മക്കൾ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. അവർ കൊടുക്കുന്നത് പോലെ നിനക്കും കൊടുക്കാനുള്ള ഭൗതിക നന്മ എൻ്റെ കർത്താവ് തരും. ഇന്ന് പകച്ചോർന്നു പോകുന്ന, അവൻ തുരന്നെടുക്കുന്ന അവകാശ ശക്തികൾ ഇന്ന് പകക്കാലം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിയിട്ട് പിശാച് തന്നെ സാക്ഷ്യം പറയണ, ഞാൻ സുല്ലിടുകയാണ്, ഞാൻ വിട്ടുപോകുകയാണ്. നീ അവനും അവനുള്ള സകലത്തിനു ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. ഈ ഓരോ സ്ഥലത്തും മതിലിന് പ്രത്യേകതകളുണ്ട്. സ്തോത്രം. മതിലിന് പ്രത്യേകതകളുണ്ട്. ആലപ്പുഴയിലെ മതിലല്ല അങ്ങ് മലകളിലൊക്കെ താമസിക്കുന്നവർക്ക്, വനത്തിൻ്റെ അതിരിയിലൊക്കെ താമസിക്കുന്നവർക്ക്. സ്തോത്രം. വനത്തിൻ്റെ അതിരിലൊക്കെ താമസിക്കുന്നവർക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന കമ്പിയാണ് വലിച്ചു കെട്ടിയിരിക്കുന്നത്. തൊട്ടാൽ വിവരം അറിയും. സ്തോത്രം. ആന കടക്കാതെ വലിയ കൂട്ടമായി വരുന്ന ആനക്കൂട്ടം കടന്ന് കൃഷികൾ നശിപ്പിക്കാതിരിക്കാൻ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പൊള്ളുന്ന തീക്കമ്പികൾ വെച്ചിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിവിടെയൊന്നും അതിൻ്റെതായ ആവശ്യങ്ങളില്ല. സ്തോത്രം. ഇവിടെയൊക്കെ ആരെങ്കിലും എത്തി നോക്കുന്നുണ്ടോ എന്ന് അതിനുവേണ്ടിയൊക്കെയുള്ള മതിലൊക്കെ മതി നമ്മുടെ ആലപ്പുഴയിലൊക്കെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. പക്ഷെ എല്ലായിടത്തും മതിലുണ്ട്. സ്തോത്രം. എന്നാൽ ഒരു വചനം നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം. അവിടെ ദൈവം തൻ്റെ ജനത്തിന് ഒരു മതിൽ കിട്ടിയിട്ടുണ്ട്. 2-ാം അധ്യായം 4-5 വാക്യം. സെക്കരിയാവ് 2:4-5. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിന് ചുറ്റും ഞാൻ തീമതിലായിരിക്കും. ഈ മതിൽ നമുക്ക് വേണോ? മതിൽ കെട്ടി 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 ഞാൻ മടുക്കുക. സ്തോത്രം. പഴയ രീതി കൊണ്ടിരിക്കരുത്. നമുക്ക് വേണ്ടത് ഒരു തീമതിലാണെങ്കിൽ ആ തീമതിൽ കർത്താവ് കെട്ടിത്തരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്നോട് അടുത്തു വരുന്നവർ കരിഞ്ഞു പോകത്തക്ക നിലയിൽ തീമതിൽ കർത്താവ് തരും. കർത്താവ് തരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അനുഭവിക്കുന്ന ആത്മീക പാപ്പരത്വവും നമ്മൾ അനുഭവിക്കുന്ന ഫൈറ്റിംഗ് ഇല്ലേ, സ്പിരിച്വൽ വാർഫെയർ, ഏത് നിലയിലും നിന്നെ ആക്രമിച്ചേ തീരൂ. പ്രത്യേകിച്ചും നിനക്കെതിരെ ഒരാൾ ആഭിചാരം ചെയ്യുന്നുണ്ടെങ്കിൽ, ക്ഷുദ്രപ്രയോഗം ചെയ്യും. എല്ലാവർക്കും ഒന്നുമില്ല കേട്ടോ. അസൂയയാലും വൈരാഗ്യത്താലും ഒക്കെ ഇന്ന് മനുഷ്യർ ഏറ്റവും കൂടുതൽ ഒരുവനെ വീഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ആഭിചാരങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, മന്ത്രവാദങ്ങൾ. അതിന് കേസില്ല, തെളിവില്ല. രഹസ്യമായിട്ട് ചില പണം കൊടുത്താൽ മതി, അറിയാതെ നിന്റെ വീട്ടിനകത്ത് അത് വന്നിട്ട് നിന്നെയോ നിന്റെ കുടുംബത്തെയോ കുഞ്ഞിനെയോ നിന്റെ ആരോഗ്യത്തെയോ നിന്റെ നന്മയോ എന്തെയും ശിഥിലമാക്കി തകർത്ത് കളയും. നീ തന്നെ പോയി ചാകും. ആരും കൊല്ലണ്ട. ഒരു കൊലപാതകനായ ഒരു മരണത്തിൻ്റെ ശക്തി എന്നിൽ വ്യാപരിച്ചിട്ട് എപ്പോഴും എനിക്ക് മരിക്കണം 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 എന്നുള്ള ചിന്തയായിരിക്കും. ജീവിക്കണ്ട. ഇതാരുടെ ആഗ്രഹമാണ്? ആഗ്രഹം എൻ്റെ അസൂയക്കാരൻ, എൻ്റെ വൈരാഗ്യമുള്ള വ്യക്തിയുടെ ആഗ്രഹമാണ്. ആ വ്യക്തി കൊടുത്തിട്ട് പൂജ ചെയ്യാൻ വരുന്ന കാര്യങ്ങളാണ് മരണത്തിൻ്റെ ചിന്ത. അങ്ങനെ അദ്ദേഹം മരിക്കുകയും ചെയ്യും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
ഇതെല്ലാവർക്കും ഒന്നുമില്ല. അങ്ങനെ ഒരു പ്രശ്നത്തിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ, സ്തോത്രം, നിനക്ക് വേണ്ടത് സാധാരണ മതിലല്ല. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടത് തീമതിലാണ്. നിനക്ക് ചുറ്റും വേണ്ടത് തീമതിലാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ കർത്താവ് അവർക്ക് രാത്രിയിൽ കൊടുത്തത് ഈ തീമതിലാണ്. പ്രൈസ് ദി ലോർഡ്. ആരുമില്ലാത്ത ഒരു ജാതി, ഇടയനില്ല, രാജാവില്ല. പ്രൈസ് ദി ലോർഡ്. സ്വന്തമായ അഡ്രസ് ഇല്ല, എങ്ങോട്ട് പോകുന്നതെന്ന് ഇവർക്കറിയത്തില്ല, എന്താ ഒന്നും ചൂണ്ടിക്കാണിക്കാൻ ഇവർക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആരും അവരെ ഉപദ്രവിക്കാതെ വണ്ണം, പ്രൈസ് ദി ലോർഡ്, മരുഭൂമിയിലെ യാതൊരു കെടുതികളും ഇവരുടെ അടുക്കിലേക്ക് അടുത്തു വരാതെ വണ്ണം ദൈവം തമ്പുരാൻ സന്ധ്യ മുതൽ നേരം പുലരുന്നതുവരെ അവർക്ക് തീമതിലായി കൂടെ ഇരുന്നു. അഗ്നിസ്തംഭം അവരെ വഴി നടത്തി. ദൈവത്തിന് സ്തോത്രം. ഇരുട്ടിന്റെ ശക്തികൾ എത്രമാത്രം ശ്രമിച്ചാലും ഇസ്രായേൽ ജനത്തെ തകർക്കാൻ കഴിയാതെ നിന്നതുപോലെ ഇന്ന് പകൽക്കാലം നിനക്കോ നിന്റെ പൈതലിനോ നിന്റെ കുടുംബത്തിനോ നിന്റെ നന്മയ്ക്കോ തീമതിൽ വേണമെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിച്ചിട്ട് പറ, കർത്താവേ, എൻ്റെ കുടുംബത്തിന് തീമതിൽ ആവശ്യമാണെന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവ് തീയായി ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പല പ്രാവശ്യം ഞാൻ പൈശാചിക ശക്തിയിൽ നിന്ന് ജനങ്ങളെ വിടുവിക്കുമ്പം ആ ശക്തി പറയുന്നുണ്ട്, ഞാൻ നിന്റെ വീട്ടിലേക്ക് ചെല്ലും, അവിടെ നിന്റെ 2 മക്കളില്ലേ, അവരെ ഞാൻ തകർക്കും, അവരെ ഞാൻ കയറുമെന്ന് പറയും. സ്തോത്രം. ഞാൻ പറഞ്ഞു പോയിക്കോളാൻ പറയും. അടുത്ത നിമിഷം പറയും, അയ്യോ പറ്റത്തില്ല, അവിടെ മുറ്റും തീയാന്ന് പറയും. അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല, ആ വീടിന് ചുറ്റും തീയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ഈ വചനം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമുക്കിത് തേനാണ്, എന്നാൽ സാത്താൻ ഇത് തീയാ. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ ജഡത്തിന്ന് മാറി ആത്മാവിലേക്ക് വരണം. സ്തോത്രം. ഒരു ലോക മനുഷ്യൻ ഈ വേദവസം തീയാന്ന് പറയത്തില്ല. പക്ഷേ വിശ്വാസിക്കോ അവിശ്വാസിക്കോ ഒരു ഭൂതം ഇളകിയിട്ട് ഈ പുസ്തകം ഒന്ന് പിടിക്കാൻ പറഞ്ഞേ, അയ്യോ പൊള്ളുന്നു തീ. ഹല്ലേലൂയ. ചില ആത്മമണ്ഡലം ഇന്ന് പകൽക്കാലം ഭയപ്പെടുകയാണ്. ഇന്ന് പകൽ നീ ആരാധനയ്ക്ക് വന്നതുപോലെയല്ല നീ തിരിച്ചു ചെല്ലുന്നത്. ഈ വചനം കേട്ട് നീ വിശ്വസിക്കുമ്പോൾ നിന്റെ വീടിന് ചുറ്റും ദൈവം തമ്പുരാൻ തീമതിൽ കെട്ടും. ആമേൻ. ഈ ആലയത്തിന് ചുറ്റും കർത്താവ് തീമതിൽ കെട്ടും. നിനക്കുള്ള സകലത്തിന് ചുറ്റും കർത്താവ് തീമതിൽ കെട്ടും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത ഒരു അതിൽ വായിച്ച പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് 12:13. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ കുഞ്ഞാടിന്റെ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവാകുകയില്ല. ഹല്ലേലൂയ. അടുത്ത ഒരു മതിലാണ് കുഞ്ഞാടിന്റെ രക്തം. മിസ്രൈമിൽ അന്ന് രാത്രി വലിയ സംഹാരദൂതൻ വരാൻ പോവുകയാണ്. സകല കടിഞ്ഞൂലുകളെ നശിപ്പിക്കും.
സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം വീടിൻ്റെ കട്ടളക്കാൽ രണ്ടിന്മേലും മുകളിലത്തെ കുറുമ്പടി മേലും നിങ്ങൾ പുരട്ടണം. പ്രൈസ് ദി ലോർഡ്. ആ രക്തം കാണുമ്പോൾ സംഹാരകൻ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ കുഞ്ഞാട് ആർക്ക് നിഴലായിരുന്നു? യേശു ക്രിസ്തുവിന് നിഴലായിരുന്നു. ദൈവമക്കളെ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി നിങ്ങൾക്കറിയാവോ? പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപത്തിന് പരിഹാരം മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, എനിക്കും എൻ്റെ ഭവനത്തിനും, പ്രൈസ് ദി ലോർഡ്, ആ ഭവനത്തിലുള്ള സകലത്തിനും എന്താ? ആ രക്തം ഒരു മതിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആ രക്തം വെറും കുഞ്ഞാടിൻ്റെ രക്തമാണ് അവിടെ പുരട്ടിയിരിക്കുന്നതെങ്കിലും സംഹാരകൻ വന്ന് നോക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഒരു വാക്കുണ്ട്, ഇവനെ തൊടരുത്. ഈ വീട്ടിനെ നീ തൊടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എത്ര വലുതാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഒരു വാക്യം കൂടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. എബ്രായ ലേഖനത്തിലേക്ക് നോന്നേ. എബ്രായ ലേഖനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എബ്രായ ലേഖനം 10-ാം അധ്യായം 20-22. ആ ആ ആ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിന് ധൈര്യം. സ്തോത്രം. ഇന്ന് ഈ ആലയത്തിലേക്ക് വരാൻ നമുക്ക് കിട്ടിയ ധൈര്യം യേശുവിൻ്റെ രക്തത്താലാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ. സ്തോത്രം. യേശുവിൻ്റെ രക്തത്താലാണ് നമ്മുടെ പാപം മായ്ച്ചു കളഞ്ഞത്. പാപം മായ്ച്ചു കളഞ്ഞത് കൊണ്ടാണ് നാം ഈ ആലയത്തിലേക്ക് വന്നത്. ഇനിയൊരു വിശുദ്ധ മന്ദിരമുണ്ട്, വരാൻ പോകുന്ന വിശുദ്ധ മന്ദിരം. ഇതൊക്കെ അതിൻ്റെ നിഴൽ മാത്രമാണ്. വിശുദ്ധ മന്ദിരം, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം ഒരു ദിവസം പ്രവേശിക്കും. ആ പ്രവേശിക്കുന്നത് എന്ത് നിമിത്തമാണ്? യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപമോചനം ലഭിച്ചവരാണ് നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത്. സ്തോത്രം. ആമേൻ. അത് നമുക്ക് എന്ത് കിട്ടി? ധൈര്യം കിട്ടി. ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരാകണം ഈ രക്തം. നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ തളിക്കപ്പെടണം യേശുവിൻ്റെ രക്തം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആ ഹൃദയങ്ങളിൽ തളിച്ചവരാണ് ഇന്ന് ആ രക്തത്തിൻ്റെയും മാംസത്തിൻ്റെയും ഓർമ്മയായ അപ്പവീഞ്ഞുകൾ ഭക്ഷിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയങ്ങളിൽ യേശുവിൻ്റെ രക്തം തളിക്കപ്പെടുന്നവരാകണം. സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹൃദയത്തിൽ ഈ യേശുവിൻ്റെ രക്തം തളിക്കപ്പെടാതെ, പ്രൈസ് ദി ലോർഡ്, പാപഹൃദയമായോ കല്ലായുള്ള ഹൃദയമായോ കഠിന ഹൃദയമായോ മത്സര ഹൃദയമായോ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആ രക്തം ഇന്നും നമുക്ക് സുലഭമാണ്. ആ രക്തം ഇന്നും നമ്മളോട് സംസാരിക്കുന്നു. ആ രക്തത്താൽ നിന്റെ ഹൃദയത്തെ നീ തളിക്കണം, ഹൃദയത്തെ നീ കഴുകണം. പ്രൈസ് ദി ലോർഡ്. പാപത്തിന് പരിപൂർണമായൊരു മോചനം ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 9-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 9:11. ആ ആ
അടുത്തതും കൂടെ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ ആട്ടുകൊറ്റിൻ്റെയും കാളക്കിടാവിൻ്റെയും രക്തം അവിടെ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ചിരിക്കുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടു. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ രക്തമാണ് ഇന്ന് നമ്മുടെ മതിൽ. കാളയുടെ രക്തമല്ല, ആടിൻ്റെ രക്തമല്ല, കുറുപ്രാവിൻ്റെ രക്തമല്ല. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ചിന്തിയ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ് നമുക്ക് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ദൈവം തമ്പുരാൻ ആരുടെ ആരാധനയിലാണ് പ്രസാദിക്കുന്നത്? ഈ രക്തമടയാളമുള്ളവരുടെ. ഈ രക്തമടയാളമുള്ളവനെ പിശാച് ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വായിൽ യേശുവിൻ്റെ രക്തം ജയം ഒന്ന് പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. നിന്റെ കയ്യിൽ 10,000 ആമേൻ വാളുണ്ട്, വെട്ടുന്നതിനേക്കാൾ ശക്തിയാ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ യേശുവിൻ്റെ രക്തം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, ഹല്ലേലൂയ. മാനവകുലത്തിൻ്റെ ശാപം, മാനവകുലത്തിൻ്റെ പാപം, മാനവകുലത്തിൻ്റെ രോഗം, ഈ സകലതവും അടങ്ങിയിരിക്കുന്നത് യേശുവിൻ്റെ രക്തത്തിലാണ്. ആ രക്തത്തിലാണ് ഇതെല്ലാം കവർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചേ. 12:11. വെളിപ്പാട് പുസ്തകം 12:11. അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും ജയിച്ചു. ഉണ്ടോ? മതി. സ്തോത്രം. അവർ അവനെ, ആരെയാ? അപവാദിയെ. 10-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അപവാദി, രാപ്പകൽ അപവാദം പറയുന്ന അപവാദിയെ. സ്തോത്രം. കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ട് അവർ ജയിച്ചു. സ്തോത്രം. ഏതെങ്കിലും പൈശാചിക ശക്തി നിന്നെ അപവാദം പറയുന്നുണ്ടെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, അവനെ ജയിക്കുന്ന കോട്ടയാണ് യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ. ലജ്ജിക്കരുത് കേട്ടോ. യേശുവിൻ്റെ രക്തം പറയുന്നതിൽ ലജ്ജിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ആ രക്തത്തിൻ്റെ ജീവൻ നമ്മുടെ ശരീരത്തിന് മേൽ വ്യാപരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ നിൽക്കുന്നത് ആ രക്തത്തിൻ്റെ ജീവനാണ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഈ ആലയത്തിൽ നിൽക്കുന്നത് ആ രക്തത്തിൻ്റെ ജയമാണ്. ഹല്ലേലൂയ. സംഹാരകൻ പല പ്രാവശ്യം നമ്മുടെ കൂടാരത്തിന് അടുത്തു വന്നതാ. നമ്മുടെ കൂടാരത്തിന് ശ്രേഷ്ഠത കൊണ്ടല്ല നിൽക്കുന്നത്, നമ്മുടെ വീടിൻ്റെ വലിപ്പം കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ കഴിവല്ല, കുഞ്ഞാടിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം ഇന്ന് പകൽ നമുക്ക് ജയം തരികയോ. ആമേൻ. അതുകൊണ്ട് ഈ കോട്ട കെട്ടിക്കണം. വീട്ടിലുള്ള എല്ലാവരുടെ മേലും യേശുവിൻ്റെ രക്തം മതിലായി കെട്ടണം ദൈവമക്കൾ. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം മതിലായിട്ട് കെട്ടണം. മുദ്രയിടണം. ഓരോ മക്കളെയും വിശ്വാസത്തിൽ വന്നില്ലെങ്കിലും അതിനെ ഈ രക്തം കൊണ്ട് മുദ്രയിട്ടേക്കണം. ഈ രക്തത്തിൻ്റെ പുറത്തൊറ്റ വ്യക്തിയുമാകരുത്. ഹല്ലേലൂയ. അവൻ വീടിന് പുറത്താണെങ്കിലും ദൂരെയാണെങ്കിലും രക്തത്താൽ മുദ്രയിട്ടാൽ ഒരു സംഹാരകനും അവൻ്റെ മേൽ ദൃഷ്ടി വെപ്പാൻ കഴിയത്തില്ല. ഇത് ദൈവത്തിൻ്റെ ഗ്യാരണ്ടിയാണ്, ഉറപ്പാണ്. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയമാണ്. സ്തോത്രം. അവസാനം ഒരു മതിലും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെയാണ് നമ്മളെല്ലാവരും പരാജയപ്പെടുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ തൂവലുണ്ട്, ദൈവത്തിൻ്റെ ദൂതനുണ്ട്, യേശുവിൻ്റെ രക്തമുണ്ട്,
സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തീമതിൽ നമുക്കുണ്ട്. സ്തോത്രം. ഇതൊക്കെ നമുക്കുണ്ടെങ്കിലും നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു മതിലുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഒത്തിരി പേര് അവിടെയാണ് വീണു പോകുന്നത്. സ്തോത്രം. സദൃശവാക്യങ്ങളുടെ പുസ്തകം നടത്തി 25-ാം അധ്യായം 28-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 25-28. ആ സ്തോത്രം. ആത്മസംയമനം ഇല്ലാത്ത പുരുഷൻ, സ്തോത്രം, മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാവുന്നു. സ്തോത്രം. ഈ സൈഡിലുള്ളവരെല്ലാവരും ആത്മസമനമില്ലാത്ത പുരുഷൻ എന്ന് വായിക്കരുത്. നിങ്ങളങ്ങനെ കൂടെ വായിക്കണം ബൈബിളിൽ. നിങ്ങളൊക്കെ അങ്ങനെ വായിക്കണം. ആരും അങ്ങനെ വലിയ ആണുങ്ങളൊന്നും ആകണ്ട. ആത്മസമനമില്ലാത്ത സ്ത്രീ എന്ന് തന്നെ വായിക്കണം. സ്തോത്രം. സ്തോത്രം. എന്തോ ആത്മസംയമനം എന്ന് പറഞ്ഞാൽ? ആത്മസംയമനം ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോൾ. സ്തോത്രം. ആത്മസംയമനം, ഇന്ദ്രിയ ജയം ഇല്ലാത്ത മനുഷ്യൻ ഒരു മതിലും ഇല്ലതെനിക്ക്. യേശുവിൻ്റെ രക്തം നിനക്ക് മതിലാകത്തില്ല. ദൂതന്മാർ നിനക്ക് മതിലാകത്തില്ല. തീ മതിലാകത്തില്ല. ദൈവത്തിൻ്റെ തൂവലും നിനക്ക് മതിലായി വരത്തില്ല. എന്തില്ലെങ്കിൽ? ഇന്ദ്രിയ ജയമില്ലെങ്കിൽ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ദ്രിയ ജയം. നമുക്കറിയാം, നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? മക്കൾ പറഞ്ഞേ, പഠിക്കുന്ന മക്കൾ പറഞ്ഞേ. ഉറക്കെ പറ. 5 അല്ലേ? 5 ഇന്ദ്രിയങ്ങൾ. 5 ഇന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങൾ. സ്തോത്രം. പഞ്ചപാണ്ഡവന്മാർ കട്ടിൽക്കാല് പോലെ 3. സ്തോത്രം. 5 ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞേ? ഇതിനൊക്കെ ശക്തമായി മതിൽ വേണം. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. ഇതാണ് പഞ്ച ഇന്ദ്രിയങ്ങൾ. ഒരു മനുഷ്യനെ വേലുകെട്ടി സൂക്ഷിക്കുന്ന അവൻ്റെ അന്തസ്സും അവൻ്റെ മാന്യതയും അവൻ്റെ വിലയും ആത്മീയതയും എല്ലാം വേലുകെട്ടി സൂക്ഷിക്കുന്ന 5 മതിലാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങൾ. സ്തോത്രം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന മതിലാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ. വികാരങ്ങളെ. സ്തോത്രം. നമ്മുടെ നാവിനെ സൂക്ഷിക്കുന്നവൻ ശരീരം മുഴുവൻ സൂക്ഷിക്കുന്നതെന്ന്. ഇന്ന് കേട്ട വചനമെല്ലാം കേട്ടിട്ട് ഒരു ചെറിയ ചൊറിച്ചിൽ ആരെങ്കിലും നമ്മളെ ഒന്ന് ചൊറിഞ്ഞാൽ ഈ സകലതും പോകും. ഇതിലെ കൂടെ വായിക്കൂടെ മുഴുവൻ പോകും. ഒരു പ്രയോജനവും ഈ വചന കേൾവിക്ക് ഉണ്ടാകത്തില്ല. ഷട്ട് അപ്പ് യുവർ മൗത്ത്. അടയ്ക്കണം. അത് പറയാനുള്ള കെൽപ്പ് താക്കോൽ ശാഷയിട്ട് പൂട്ടുന്ന പോലെ, അന്തായിട്ട് പൂട്ടുന്ന പോലെയുള്ള സെൽഫ് ആരും പറയാതെ. ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഞാൻ വന്ന് പറയണോ മിണ്ടായിരിക്കുന്നു? നിങ്ങൾ ആരെങ്കിലും ഇടപെടണോ അതിനകത്ത്? ഇല്ല, ഞാൻ തന്നെ പറയണം. ഞാൻ തന്നെ അടയ്ക്കണം. സെൽഫ് കൺട്രോൾ.
അല്ലാതെ 10 പേര് ഒരാൾ കാലയിലും പിടിച്ച് ഒരാൾ കയ്യിലും കോടയിലും പിടിച്ച് മിണ്ടല്ലെന്ന് പറഞ്ഞ് കൊണ്ട് പോകണം. അല്ല, ഒരിക്കലും ചെയ്യരുത്. സെൽഫ് കൺട്രോൾ ഇല്ലാത്ത മനുഷ്യനാണ്. മതിലില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ചെവി, ഇതാണല്ലോ ഏറ്റവും പ്രശ്നമല്ലേ? സ്തോത്രം. കേൾക്കുന്നതിനെല്ലാം മറുപടി പറയാൻ നാവും. സ്തോത്രം. ചെവിക്ക് സെൽഫ് കൺട്രോൾ, മതിൽ വേണം. ചിലതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പറയും ഞാൻ കേട്ടില്ല. കേട്ടാലേ വിഷയമുള്ളൂ. ഞാൻ കേട്ടില്ല. എൻ്റെ ദാസനെ പോലെ ചെകിടൻ ആര്? കർത്താവ് ചോദിക്കും, നീ എത്ര വട്ടം പൊട്ടനായെന്ന് ചോദിക്കും. നിനക്ക് ആ വിഷയത്തിൽ ഒന്ന് പൊട്ടനായ പോരായിരുന്നോ? ഒന്ന് പൊട്ടിയായ പോരായിരുന്നോ? എൻ്റെ നാമം ദുഷിക്കപ്പെടുമായിരുന്നോ? നിന്നെ വീണ്ടെടുക്കാൻ, നിന്നെ ഈ സ്ഥിതിയിൽ എത്തിക്കാൻ ഞാൻ എത്ര പ്രാവശ്യം ഊമനെ പോലെ വായെ തുറക്കാതെ ഇരുന്നു. ഞാൻ ഉത്തരവില്ലാഞ്ഞിട്ടല്ല, ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുണ്ട്. പക്ഷേ നിന്നെ രക്ഷിക്കാൻ ഞാൻ ഊമനെ പോലെ നിന്നു. വാ അടച്ചു പിടിച്ചില്ലേ ഞാൻ. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരുന്ന ചെമ്മരിയാടിനെ പോലെയും ഞാൻ വായെ തുറക്കാതിരുന്നില്ലേ? അങ്ങനെ വായെ അടച്ചവരൊക്കെ വേണം ആ ഓർമ്മയാകുന്ന ഈ അപ്പവും വീഞ്ഞും ഭക്ഷിക്കാൻ. കണ്ടിടത്തെല്ലാം വാ തുറന്നിട്ട് ഞാനും ക്രിസ്തുവിൻ്റെ അംഗമാണെന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ ഇതിലോട്ട് കരഞ്ഞിട്ടരുത്. അതരത്തെ വാതിൽ വെച്ച് മതിൽ വെച്ച് അടയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായ വാക്കുകൾ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളുടെ ആമേൻ അതരങ്ങളിൽ നിന്ന് പുറത്തു വരണം. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അകത്തോട്ട് വായിലോട്ട് പോകുന്നതല്ല, വായിൽ നിന്ന് പുറത്തോട്ട് വരുന്നതാ. ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് വായിലോട്ട് പോകുന്നതല്ല, വായിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. അതുകൊണ്ട് വായിൽ നിന്ന് പുറത്തോട്ട് വരുന്നതിനൊക്കെ ഷട്ടർ ഇടണം. ഇത് മുഴുവൻ അങ്ങ് തുറന്നാലുണ്ടല്ലോ എൻ്റെ പൊന്നെ, ഇരു സൈഡിലും ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. ഡാമൊക്കെ തുറന്നുള്ള ഭീതി മനസ്സിലായോ? 2 ഷട്ടർ എല്ലാം കൂടി അങ്ങ് പൊക്കുക. പൊക്കിയപ്പോഴേക്ക് കഴിഞ്ഞ ദിവസം തൃശ്ശൂരൊക്കെ എന്ത് വെള്ളപ്പൊക്കമായിരുന്നറിയോ? പീച്ചി ഡാം 2018 പോലും പീച്ചി ഡാം അങ്ങനെ തുറന്നിട്ടില്ല. ഷട്ടർ മുഴുവൻ അങ്ങ് പൊക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വെള്ളപ്പൊക്കം. അവിടെയെല്ലാം എന്ത് ചെയ്തോണം? ഷട്ടർ താഴ്ന്നോണം. എന്തിനാ ഒത്തിരി സംസാരിക്കുന്നത്? സംസാരത്തിൽ കൂടിയാണ് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സാധാരണ ഒരു ചൊല്ലുണ്ട്, കോലാന് നാശം വായാലേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തത് എന്താ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ത്വക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പർശനം. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണേത്? ആ ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. തല മുതൽ ഉള്ളംകാൽ വരെ നിൽക്കുന്ന ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. സ്തോത്രം. ഈ ത്വക്കിന്മേൽ നമ്മളൊന്ന് തൊട്ടാൽ സ്പർശനം എല്ലാ മേഖലകളുണ്ട്. സ്തോത്രം. സ്പർശന ശക്തി. എവിടെ സ്പർശിക്കുന്നോ അപ്പോഴറിയാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, യോബിന്റെ പുസ്തകത്തിൽ ഇതിനുണ്ട്, അതിനെ ഒന്ന് തൊടുക പോർ തിട്ടം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരല്പം വേദന, ഒരല്പം പ്രയാസം ഉണ്ടായാൽ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? നമ്മുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? സ്തോത്രം. ഇതൊക്കെ നമ്മളെ കൃപയിൽ നിന്ന് വീഴ്ത്തുന്ന കാര്യങ്ങളാണ്. ഒത്തിരി പേര് ഈ മേഖലകളിലാണ് തകർന്നു പോയത് അല്ലേ? പെട്ടെന്നുള്ള പ്രതികരണം, പ്രത്യേകിച്ച് മുൻകോപം ഉള്ളവർ ശ്രദ്ധിച്ചോണം. എവിടെയെങ്കിലും നിന്റെ വിശ്വാസത്തെ പിശാച് തകർത്ത് കളയും.
തകർത്ത് കളയും. ഇസ്രായേലിൻ്റെ രക്ഷകനായി വന്ന മോശ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ കഴിയാതെ പോയത് ആ ഒരു മേഖലയിലാണ്. മോശ, നീ ചെയ്തതൊക്കെ നല്ലതാണ്, പക്ഷേ നിന്റെ ക്ഷിപ്രകോപം നിമിത്തം പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. നീ അതിനെ അടിച്ചതിൻ്റെ പേരിൽ നീ വാഗ്ദത്ത ദേശം നീ എന്ത് ചെയ്യത്തില്ല, നീ പ്രവേശിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് മോശേനെ പിസ്കാ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കാണിച്ചിട്ട് അവൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചെന്നാണ് ചിലർ പറയുന്നത്. കണ്ണടച്ചു, മറവ് ചെയ്തു. ഒരു മനുഷ്യന് പോലും അടക്കാൻ കൊടുത്തില്ല. ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല ആ ഭക്തനെ എവിടെയാണ് അടക്കിയത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആ മോശയുടെ അടക്കം എത്ര മാന്യമായ നിലയിൽ നടക്കേണ്ടതാണ്. ഇസ്രായേലിൻ്റെ രക്ഷകൻ, ഇസ്രായേലിൻ്റെ പ്രവാചകൻ, സ്വത്രം എത്ര ഉന്നതമായ സ്ഥാനത്ത് വരേണ്ടവനാണ്. പക്ഷേ ദൈവം തമ്പുരാൻ തന്നെ അവനെ അടക്കി ജനത്തിനോ സമൂഹത്തിനോ ഏൽപ്പിച്ചു കൊടുത്തില്ല. നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടു പോകുന്ന ഇന്ദ്രിയങ്ങളുടെ മേൽ, പഞ്ച ഇന്ദ്രിയങ്ങളുടെ മേൽ, ഈ 5 മേഖലകളുടെ മേൽ നമുക്കെല്ലാവർക്കും ജയമുണ്ടാകണം. വാതിൽ തരണം കർത്താവേ, ഒരടപ്പ് തരണം കർത്താവ്, ഒരു ഷട്ടർ തരണമെന്ന് നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ നമുക്ക് ദൈവസ്ഥാനത്തിൽ അടയ്ക്കാം. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് കേട്ട ദൈവത്തിൻ്റെ വചനം നമുക്ക് വിശ്വാസമായി പരിണമിക്കട്ടെ. അധികം നാൾ നമുക്കിനി ഭൂമിയിൽ ജീവിതമില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവടുത്തു, നമ്മുടെ മരണ ദിവസവും അടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രമാകയാൽ ഹല്ലേലൂയ, യഹോവയിൽ ആശ്രയിക്കുന്നവന് ആമേൻ, അവൻ തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. സംരക്ഷണ മേഖലയെക്കുറിച്ച് ആമേൻ ഉത്തരവാദിത്വത്തോടുകൂടെ, നല്ല ബോധ്യത്തോടുകൂടെ നമുക്കിന്ന് പോലക്കാലം ഭവനത്തിലേക്ക് മടങ്ങാം. നമ്മുടെ വിശ്വാസ ജീവിതയാത്ര നമുക്ക് ആരംഭിക്കാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ എല്ലാവരും ഒരു നിമിഷം സമർപ്പിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, ഞങ്ങളോട് സംസാരിച്ച, ഞങ്ങൾക്ക് തന്ന ബലത്തിനായിട്ട്, ഞങ്ങൾക്ക് തന്ന സംരക്ഷണത്തിനായിട്ട്, ഞങ്ങൾക്ക് തന്ന അധികാരങ്ങൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്, 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 സ്തുതിക്കുകയാണ്. സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ച ഈ വചനം അങ്ങയുടെ മക്കളുടെ മേൽ ഹല്ലേലൂയ അടിയൻ നൽകി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.